ഹേയ് ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് ഫുൾ വ്ളോഗാണ്. ഞാൻ രാവിലെ 5:30ക്ക് എണീറ്റിട്ട് ഇതെന്താ കാണിക്കണേന്നാവും ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ ജിമ്മിലെ ഫ്രണ്ട്സുമായിട്ട് ഒരു ഗേൾസ് ഒൺലി ട്രിപ്പ് പോവുകയാണ് പാലക്കാടുള്ള തനിമ ഫാം ലൈഫിലേക്ക്. അപ്പോൾ അങ്ങനെ ഞാനൊരു മിനിമൽ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇതിന് വേണ്ടി ഒരു ഉമ്മയൊക്കെ മേടിച്ച് അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന്. നമ്മുടെ അവിടെ പള്ളിപ്പെരുന്നാളായതുകൊണ്ട് ആട്ടോ ഈ ലൈറ്റ്സൊക്കെ. അങ്ങനെ പിക്കപ്പ് സ്പോട്ടിലെത്തി. അവിടെ വണ്ടിയും നമ്മുടെ ചേച്ചിമാരൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു. അങ്ങനെ വണ്ടിയിൽ തുള്ളിച്ചാടി നമ്മളൊരു 9:15 തനിമ എത്തി. തനിമ എന്ന് പറയുമ്പോൾ പാലക്കാടുള്ളൊരു ഫാം കം റിസോർട്ട് കം സ്റ്റേക്കേഷൻ കം അഡ്വഞ്ചർ എല്ലാം അടങ്ങിയൊരു വലിയ ഏരിയ ആണ്. അങ്ങനെ അവർ വന്ന് നമുക്ക് കയ്യിൽ ബാൻഡൊക്കെ കെട്ടിത്തന്ന് അഞ്ചേച്ചി ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോയി. ആ നേരം ഞങ്ങൾ വെയിറ്റിംഗ് ലോഞ്ചിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ ഗൈഡ് റഷീദ് വന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ വെൽക്കം ഡ്രിങ്കും അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു കുക്കിയൊക്കെ കഴിക്കാനായിട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയി ടച്ചപ്പൊക്കെ ചെയ്തു. അങ്ങനെ റഷീദ് നമുക്ക് തനിമേനെ പറ്റിയിട്ടും അവിടുത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പോയത് അവിടുത്തെ ആനിമൽസിൻ്റെ സൈഡിലേക്കാണ്. അവിടെ ഈ മലമ്പാമ്പ്, ആമ അങ്ങനെയുള്ള കുറച്ച് ആനിമൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ധൈര്യശാലിയായി അഞ്ജു ചേച്ചി ഒരു മലമ്പാമ്പിനെ എടുത്ത് കയ്യിൽ പിടിച്ച് ബാക്കി എല്ലാവരെയും ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാനും പോയി. അതെൻ്റെ നേരെ ചീറ്റാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൊടുത്തു. ധൈര്യശാലിയുടെ അറ്റംപ്റ്റ് നമ്പർ 2 ആണത്. എന്താ പട്ടികളെ ഇഷ്ടല്ലേ? എനിക്ക് പട്ടിനെ ഇഷ്ടമില്ല, പാമ്പിനൊക്കെ ഇഷ്ടം. ചീനവല വലിക്കാനായിട്ട് കാവടത്തുള്ളി പോയ ഒരാളെയാണ് ഈ കാണുന്നത്. പറ്റാത്തതുകൊണ്ട് തിരിച്ചങ്ങനെ തന്നെ പോന്നു. പിന്നെ ഞങ്ങൾ പോയത് ബോട്ട് റൈഡിങ്ങിനാണ്. ചെറിയൊരു ഏരിയയിൽ ബോട്ട് റൈഡിങ് ഉണ്ടായിരുന്നു, കയാക്കിങ് ഉണ്ടായിരുന്നു. ആ കാണുന്ന സിപ്പ് ലൈനിലാണ് നമുക്ക് പോകാനുള്ളത്. അങ്ങനെ തുഴഞ്ഞ് വയ്യാണ്ടായി. ലാസ്റ്റ് റഷീദ് പറഞ്ഞു സിപ്പ് ലൈൻ അല്ലാത്തത് സ്കൈ സൈക്ലിംഗ് ആണെന്ന്. സൈക്കിളിൻ്റെ അവിടേക്കുള്ള സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ ഞങ്ങളുടെ പകുതി കാലോറി കുറഞ്ഞു. ഇത്രയും പൊക്കത്തിലാണ് നമ്മൾ സൈക്കിൾ ചെയ്യാൻ പോകേണ്ടത്. അങ്ങനെയുള്ള ധൈര്യമൊക്കെ സംഭരിച്ച് ഞാനും ഇറങ്ങി. ഓഫ്കോഴ്സ് അഞ്ജു ചേച്ചിയുടെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പേടിയുണ്ടായിരുന്നു ചോദിച്ചാൽ പേടിയുണ്ടായിരുന്നു. എന്നാലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ആ ഒരു ത്രില്ലിൽ അങ്ങനെ ഇറങ്ങി. ഇതാ പോണു. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭയങ്കര ഒരു ധൈര്യമൊക്കെ കിട്ടി. ഞാൻ എത്തുമ്പോൾ അഞ്ജു ചേച്ചി അവിടെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നത് സിപ്പ് ലൈൻ ആയിരുന്നു. അപ്പോൾ സൈക്ലിങ്ങിന് പോയതിൻ്റെ നല്ല ധൈര്യമുള്ളതുകൊണ്ട് ഞാനതിന് കയറി. അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് കാണാം. അപ്പോൾ അവർ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തന്ന്. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇപ്രാവശ്യം. നല്ല ത്രില്ല് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതും പോയി. അപ്പോൾ ഞാൻ ഹെലിക്യാമിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ ഒപ്പം ഹെലിക്യാമും കൂടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതും ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, സിപ്പ് ലൈനിൽ കയറണം എന്നുള്ളത്. അങ്ങനെ അതും നടന്നു.
അങ്ങനെ അടുത്ത ആക്ടിവിറ്റിയുടെ അവിടെ എത്തിയിട്ട് ഇതിൽ കയറാമെന്നാണ് സ്മൃതി പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പ്ലേ ഏരിയയും സൂപ്പ് ടൺ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഫിഷ് മസാജിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷമായിരുന്നു സൂപ്പർ ടെൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി. സൂപ്പർ ടെൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഒരു 10 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ 5 ഈസി, 5 ഇത്തിരി ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഓഫ് കോഴ്സ് ഈസിയുള്ള സൈഡാണ് ചൂസ് ചെയ്തത്. കാരണം ഈ റോപ്പിൻ്റെ പരിപാടിയും കൊണ്ട് കഴിഞ്ഞതോടെ എൻ്റെ കാര്യം തീരുമാനമായി. ഇനിയും ഉണ്ടായിരുന്നു ആക്ടിവിറ്റീസ്, പക്ഷേ ഈ ടയറിൻ്റെ ഒക്കെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അത് ചെയ്താൽ എൻ്റെ കാര്യം തീരുമാനമാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ പോകുന്നത് പൂളിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി പൂളിലേക്ക് കിടക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഇതാണ് നമ്മുടെ ഹേമ ചേച്ചി. അങ്ങനെ പൂളിൽ കുറച്ച് നേരം ഞങ്ങൾ അർമാദിച്ചു. ഫുൾ ടൈം കുറവായിരുന്നു, കാരണം സൺഡേ ആയതുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നത് ഒരു റെയിൻ ഡാൻസ് ആയിരുന്നു. അതും അടിപൊളി വൈബായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെയും ഡ്രസ്സ് മാറിയിട്ട് ഒരു ചെറിയ സർപ്രൈസിൻ്റെ കാര്യം സെറ്റാക്കായിരുന്നു. അപ്പോൾ പറഞ്ഞ സർപ്രൈസ് ഇതാണ്. ഇന്ന് ശാരികേച്ചിയുടെയും സജിതേച്ചിയുടെയും ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാളുടെ കഴിഞ്ഞു, ഒരാളുടെ വരുന്നു. അപ്പോൾ അത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അവിടെ ഒരു മ്യൂസിയത്തിലൊക്കെ പോയി ടീ ഒക്കെ കുടിച്ച്, അവർ അഗ്രികൾച്ചർ മ്യൂസിയം ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ റഷീദാണത്. റഷീദ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രോണിൻ്റെ വീഡിയോസൊക്കെ കളക്ട് ചെയ്ത് ലാസ്റ്റ് റഷീദിനോടും ബായ് അങ്ങനെ തനിമേന്ന് നമ്മൾ ഇറങ്ങുകയാണ്. തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് വണ്ടിയിലേക്ക് കയറി. പിന്നെ വണ്ടിയിൽ ഉള്ള അർമാദനായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. വീട്ടിലെത്താനായിട്ട് നമ്മൾ കുറച്ച് ലേറ്റായി. അങ്ങനെ വീടെത്തി, വണ്ടിയും പോയി. വിധിമോനും എത്തി. അങ്ങനെ പെരുന്നാളിൻ്റെ ബ്ലോക്കും കൂടി ഞങ്ങൾ വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.